മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, കാരുണ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏവർക്കും അഭിമാനകരമായിട്ടുണ്ട്. കേരളീയ രാഷ്ട്രീയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിച്ച് കാലയവനികയ്ക്കുള്ളിൽ മടങ്ങിപ്പോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദേഹവിയോഗത്തിന് ഒരാണ്ട് പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകളിലും പ്രവർത്തികളിലും പത്തനംതിട്ട മൈലപ്ര സ്വദേശി ഗീവർഗീസ് തറയിൽ ഉമ്മൻചാണ്ടിയെ ജീവവായു പോലെ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ്. ഇല്ല ഇല്ല മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം കാതുകളിൽ നിറയുമ്പോൾ പത്തനംതിട്ടയുടെ ഉമ്മൻചാണ്ടി എന്ന അപരനാമത്തിലാണ് ഈ 70-കാരൻ അറിയപ്പെടുന്നത്. 50 വർഷമായി കോൺഗ്രസ് പ്രവർത്തകനായി ജീവിച്ച ഇദ്ദേഹം മികച്ച കർഷകനും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനുമായിട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. ഉമ്മൻചാണ്ടിയുടെ രൂപസദൃശ്യം എങ്ങനെ കിട്ടി എന്ന ചോദ്യത്തിന് ഓസിയുടെ രീതിയിലാണ് ഗീവർഗീസ് മറുപടി പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ ആദരവോടുകൂടിയാണ് ഓർക്കുന്നത്. അദ്ദേഹം എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു റോൾ മോഡലായിരുന്നു. ഞാൻ ഇന്ന് രാഷ്ട്രീയത്തിലും പൊതുമേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നതിന് കാരണം അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള ആവേശമാണ്. അദ്ദേഹത്തിൻ്റെ ജനകീയ ആസൂത്രണ പരിപാടി, ജനസമ്പർക്ക പരിപാടി മുതലായ പരിപാടികളിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ വായ്പ, അത് സ്നേഹം കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 20-22 മണിക്ക് ഒരേ നിപ്പിൽ നിന്ന് ജനങ്ങളെ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ഞാനൊരു 10 കൊല്ലം മുമ്പ് മുതൽ എനിക്ക് പല കുട്ടികളും സ്കൂളുകളും ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ എന്നെ ഉമ്മൻചാണ്ടി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ആ രൂപസാദൃശ്യം ഞാൻ കണ്ടപ്പോൾ സ്വല്പമൊക്കെ അദ്ദേഹത്തോട് സാമീപ്യവും ഉണ്ടെന്ന് എനിക്കും ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ആ രീതിയിൽ തന്നെ ആയിത്തീരുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രീതി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യം മാത്രമല്ല, സ്വഭാവം കൊണ്ടും രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജനസമ്പർക്ക പരിപാടിയിൽ ഇതേ വേഷത്തിലെത്തിയപ്പോൾ അദ്ദേഹം ആദരിച്ചതായും ഗീവർഗീസ് തറയിൽ ഓർത്തെടുത്തു. ഉമ്മൻചാണ്ടി മൺമറഞ്ഞിട്ട് ഒരാണ്ട് പിന്നിടുമ്പോഴും ലോകമലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ് അതിവേഗം ബഹുദൂരം എന്ന പോലെ ഓസിയുടെ ഓർമ്മകളും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.